ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. മക്കൾക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? ഗുഡ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ പഴയ നിയമ പാഠഭാഗത്തേക്ക് മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പതുപോലെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. മക്കളെ, നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഴയ നിയമത്തിൻ്റെ കുറേ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച 1ഉം 2ഉം പാഠഭാഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ വർഷത്തെ ഈ 6ാം ക്ലാസ്സിലെ ആദ്യ പാഠം, പഴയ നിയമത്തിലെ ആദ്യ പാഠം പഠിക്കുവാനുള്ളത്. അതിനു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ആ കുർബാനയ്ക്ക് ശേഷം ദൈവാലയത്തിൽ അച്ഛൻ, പുരോഹിതൻ കൽപ്പനകൾ വായിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൽപ്പനകൾ വായിക്കുന്നത് ഉണ്ട്. ഗുഡ്. ഈ കൽപ്പന ആരുടെ കൽപ്പനയൊക്കെയാണ് വായിക്കാറ്? കറക്റ്റ്, ഇടവക മെത്രാപ്പോലീത്തയുടെ കൽപ്പന. പിന്നെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ കൽപ്പന. ക്രിസ്തുമസിന് ഈസ്റ്ററിനൊക്കെ പരിശുദ്ധ പാത്രീസ് ബാവയുടെ സന്ദേശം ഉണ്ടാകും. അങ്ങനെ കൽപ്പനകൾ പള്ളികളിൽ വായിക്കാറുണ്ട്. ഇത് ചുമ്മാ വായിക്കുകയാണോ ചെയ്യാറ്? അച്ഛൻ ഇങ്ങനെ ചുമ്മാ വായിക്കും, നമ്മൾ കേൾക്കുകയാണോ ചെയ്യാറ്? അല്ല. ഈ കൽപ്പന വായിക്കുമ്പോൾ ഈ കൽപ്പന അയച്ച ആ സ്ഥാനത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഭക്തിയോടുകൂടി ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ആ ഭക്തിയോടുകൂടി തന്നെയാണ് കൽപ്പന വായിക്കുന്നത്. ഇനി എന്തായിരിക്കും കൽപ്പനയിൽ അടങ്ങിയിട്ടുള്ളത്? നിങ്ങൾ ഈ കൽപ്പന വായിച്ച് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശ്രേഷ്ഠ പിതാക്കന്മാർക്ക് ഇടവക ജനങ്ങളോട് അല്ലെങ്കിൽ സഭയിലെ ദൈവമക്കളോട് പറയുവാനുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ് ഈ കൽപ്പനകൾ വഴി. അപ്പോൾ ദേവാലയത്തിൽ ഇനി നിങ്ങൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ കൽപ്പനയും ഇത് വായിക്കുന്നതിൻ്റെ ആ ക്രമീകരണങ്ങളും അതിന് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുമൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഈ കൽപ്പനകളുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ 1ഉം 2ഉം പാഠങ്ങളിലൂടെ കുറച്ച് ചരിത്രം പഠിച്ചു. മോശ, ഇസ്രായേൽ മക്കൾ, ആ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? മോശ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിലെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് വാഗ്ദത്ത നാടായ കനാനിലേക്ക് പോകുന്ന ചില കാര്യങ്ങളാണ് പഠിച്ചത്. ഈ പോകുന്ന വഴിയിൽ യഹോവയായ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ വഴി നടത്തിയതും മരുഭൂമിയിൽ ദാഹജലം നൽകിയതും ഇവർക്ക് ആഹാരമായും മന്നയും കാടപ്പക്ഷിയും നൽകിയതും ഈ ജനങ്ങളെല്ലാം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തപ്പോൾ അഗ്നിസർപ്പത്തെ വിട്ട് അവരെ ശിക്ഷിച്ചതും ആ അഗ്നിസർപ്പത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, ആ മരണശിക്ഷയിൽ നിന്നും ഒഴിവാകാനായിട്ട് ദൈവകൽപ്പന പ്രകാരം മോശ പിച്ചള സർപ്പത്തെ നാട്ടിയതും, അങ്ങനെ ഒത്തിരി ആ മരുഭൂമിയിലൂടെ യാത്രയിലൂടെ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച രക്ഷാകരമായ പദ്ധതിയും അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തപ്പോൾ കിട്ടിയ ശിക്ഷയുമൊക്കെ നിങ്ങൾ പഠിച്ചു. ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. അത് മരുഭൂമിയിലൂടെ കഷ്ടതകളൊക്കെ നിറഞ്ഞ് ആ വഴിയിലൂടെയാണ് അവർ നടക്കുന്നത്. നടന്ന് അവർ സീനായ് മലയുടെ താഴ്വരയിൽ പാളയമിറങ്ങി. അതായത് അവിടെ താമസിക്കാനായിട്ട് ഒരു ദിവസം താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. ആ സീനായ് മലയുടെ താഴ്വരയിൽ ജനം താമസിക്കുമ്പോൾ ഈ മോശയെ ദൈവം സീനായ് മലയിൽ വിളിച്ച് ഇസ്രായേൽ മക്കളുടെ ആത്മീകവും ഭൗതികവുമായ ഉയർച്ചയ്ക്കായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങളാണ് 10 കൽപ്പനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് നൽകിയ, അതായത് ഇസ്രായേൽ മക്കളുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനകൾ, ആ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പാഠം. നിങ്ങൾ ഈ കൽപ്പനകൾ എന്നുള്ള വാക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? 2ാം ക്ലാസ്സിൽ വെച്ച് ഒരു പാഠമുണ്ട്, കൽപ്പനാ ലംഘനം പാപം എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. ഏദനിൽ ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ച് അവിടെ താമസിപ്പിച്ചു. എന്നിട്ടൊരു കൽപ്പന അവർക്ക് കൊടുത്തു, ഒരേ ഒരു കൽപ്പന. എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? കറക്റ്റ്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. എന്നിട്ട് അവർ കഴിച്ചോ? കഴിച്ചു. ആ കഴിച്ചത് വഴി അവർ
ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി, മനുഷ്യൻ അങ്ങനെ പാപത്തിൽ വീണു. അപ്പം ദൈവം കൊടുത്ത ഒരു കൽപ്പന ലംഘിച്ച് മനുഷ്യൻ പാപത്തിൽ വീണ് തുടർന്ന് ഇങ്ങോട്ട് ആ പാപവും ആ പാപഭാരവും പേറിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ നന്മയിലേക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഈ ഇസ്രായേൽ മക്കളെയാണെങ്കിലോ ദൈവം, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു, ഇസ്രായേൽ മക്കളെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക്, മിസ്രയീമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു രക്ഷ പൂർണ്ണമാകണം. അപ്പോൾ ഏദനിൽ വെച്ച് ഒരു കൽപ്പന ലംഘിച്ചപ്പോഴാണ് പാപത്തിലേക്ക് പോകുന്നത്. ഈ സമയത്ത്, അതായത് സീനായ് മലയിൽ വെച്ച് ഈ ഒരു കൽപ്പന ലംഘനത്തിലൂടെ പാപത്തിലേക്ക് പോയ മനുഷ്യന് 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. നിത്യരക്ഷയ്ക്കായിട്ട് മനുഷ്യനൊരു ന്യായപ്രമാണം കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ അവർ കാലാകാലങ്ങളോടും അഭിവൃദ്ധിയിലും ഉയർച്ചയിലും ജീവിക്കുന്നതിന് വേണ്ടി അവർക്ക് കുറേ ചിട്ടവട്ടങ്ങൾ, ആ ചിട്ടവട്ടങ്ങളടങ്ങിയ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുക്കുകയാണ്. ആ കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 10 കൽപ്പനകളാണ് ദൈവം മോശയ്ക്ക് നൽകുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കൽപ്പനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൽപ്പനകളൊന്ന് പരിശോധിക്കാം. 1. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്. 2. മീതെ ആകാശത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ആയ ഒന്നിൻ്റെയും പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കരുത്. അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. 3. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്. 4. ശാബത്തിനെ ശുദ്ധീകരിക്കുക, അന്ന് വേലയൊന്നും ചെയ്യരുത്. 5. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസിൻ്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 6. നീ കൊല ചെയ്യരുത്. 7. നീ വ്യഭിചാരം ചെയ്യരുത്. 8. നീ മോഷ്ടിക്കരുത്. 9. നിന്റെ അയൽക്കാരന് എതിരെ കള്ളസാക്ഷ്യം പറയരുത്. 10. നിന്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഏദനിൽ ഒരു കൽപ്പന ലംഘിച്ചതിന് പകരമായി മനുഷ്യകുലത്തിന് രക്ഷപ്പെടുവാനായി ഇപ്പം ദൈവം 10 കൽപ്പനകൾ നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ എന്നും തൻ്റെ ജനമായി ഈ ലോകത്ത് ഇനിയുള്ള തലമുറകളെല്ലാം തൻ്റെ സ്വന്തം ജനമായി ജീവിക്കുവാനായിട്ട് ദൈവം ഒരു ന്യായപ്രമാണം അവർക്ക് കൊടുക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ യഹൂദ ന്യായപ്രമാണത്തിൻ്റെയൊക്കെ തുടക്കം ഈ 10 കൽപ്പനകളിലായിരുന്നു. ഈ 10 കൽപ്പനകൾ നമുക്ക് 3 ഭാഗങ്ങളായി തിരിച്ച് ഒന്ന് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ ഈ 10 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന സാരാംശവും ഇതിൻ്റെ പ്രത്യേകതകളും, ഇത് ദൈവവും മനുഷ്യനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് മനുഷ്യകുലത്തിന് നാളേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള തലമുറകളിലേക്ക് അനുഗ്രഹകരമായി എങ്ങനെ വരുന്നുവെന്നും നമുക്ക് 3 ഭാഗമായിട്ട് തിരിച്ച് ഒന്ന് പഠിക്കാം. 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ 1-ാം ഭാഗമായി പരിശോധിക്കുമ്പോൾ ഈ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. ഇനി 2-ാമത്തെ ഭാഗമായി നമ്മൾ 5-ാമത്തെ കൽപ്പനയാണ് എടുക്കുന്നത്. ആ 5-ാമത്തെ കൽപ്പന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തുന്നു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, അടുത്ത 3-ാമത്തെ ഭാഗം, അതായത് 6 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഭാഗമായി ഈ 10 കൽപ്പനകളെ തിരിച്ചു. 1 മുതൽ 4 വരെയുള്ളത് 1-ാം ഭാഗം, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളത് ബന്ധത്തെ കുറിക്കുമ്പോൾ 5-ാമത്തെ കൽപ്പന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ നിലനിർത്തുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ 3-ാം ഭാഗമായിട്ട് 6 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഈ കൽപ്പനകൾ 3 ഭാഗം നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. 1-ാം ഭാഗമായ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകളൊന്ന് പരിശോധിക്കാം. 1-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതായത് മിസ്രയീം ദേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കരേറ്റിക്കൊണ്ടുവന്ന ദൈവമല്ലാതെ വേറൊരു ദൈവവും ഇനി ഇസ്രായേൽ മക്കൾക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന, മീതെ ആകാശത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ആയ ഒന്നിൻ്റെയും പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കരുത്. അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അതായത് വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയുന്നത്. യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു രൂപങ്ങളും നിർമ്മിക്കരുത്. 3. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്.
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലരും ദൈവത്താണ് സത്യം സത്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ വാക്കുകൾ എപ്പോഴും സത്യസന്ധമുള്ളതായിരിക്കണം. അപ്പോൾ ഒരു കള്ളസത്യത്തിന് അവിടെ ഇടവരുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ നാമം എടുത്ത് സത്യം എന്ന് പറയാൻ ഇടയാവരുത്. കാരണം നമ്മൾ സത്യം മാത്രമേ പറഞ്ഞ് ശീലിക്കാവുള്ളൂ. 4. ശാബത്തിനെ ശുദ്ധീകരിക്കുക. അന്ന് വേലയൊന്നും ചെയ്യരുത്. 6 ദിവസത്തെ വേല എല്ലാം ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം 7-ാം ദിവസം അത് യഹോവയ്ക്കുള്ള ദിവസമായി കരുതി അന്ന് ആ ദിവസം യഹോവയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനായി മാറ്റിവെക്കുക. അന്ന് വേറൊരു വേലയ്ക്കോ ജോലിക്കോ പോകാതെ അന്ന് യഹോവയുടെ ദിവസമായി മാത്രം മാറ്റിവെക്കുക. അപ്പോൾ ഈ 4 കൽപ്പനകൾ വഴി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും നാം പഠിച്ചു. ഇനി 2ാം ഭാഗം, അതായത് 5ാമത്തെ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈ 5ാമത്തെ കൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു കൽപ്പനയാണ് 5ാമത്തെ കൽപ്പന, അല്ലേ? ആ കൽപ്പനയിൽ തന്നെയുണ്ട്, നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ ബഹുമാനിച്ചു കഴിയുമ്പോൾ എന്ത് കിട്ടും? ദീർഘായുസ് ലഭിക്കും. അപ്പോൾ ഈ കൽപ്പനകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു കൽപ്പന തന്നെയാണിത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതിലടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ഒരു കൽപ്പനയാണ് 2ാം ഭാഗത്ത് വരുന്ന ഈ 5ാമത്തെ കൽപ്പന. ഇനി നമുക്ക് 3ാമത്തെ ഭാഗം ഒന്ന് പരിശോധിക്കാം. 6 മുതൽ 10 വരെയുള്ള കൽപ്പനകളാണ് 3ാം ഭാഗത്ത് വരുന്നത്. അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ 6ാമത്തെ കൽപ്പന, നീ കൊല ചെയ്യരുത്. കൊലപാതകം പാപമാണ്, അത് മനുഷ്യനെ നശിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. 7ാമത്തെ കൽപ്പന, നീ വ്യഭിചാരം ചെയ്യരുത്. അതും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു പാപമാണ്. ഇനി 8, നീ മോഷ്ടിക്കരുത്. മോഷണം മനുഷ്യൻ്റെ ഇടയിൽ തെറ്റാണ് എന്ന് ഈ കൽപ്പന പഠിപ്പിക്കുന്നു. 9, നിൻ്റെ അയൽക്കാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. 10, നിൻ്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പോൾ 9ഉം 10ഉം കൽപ്പനകൾ നമ്മുടെ അയൽക്കാരുമായി അല്ലെങ്കിൽ സാമൂഹികവുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പനയാണിത്. മോഹം അല്ലെങ്കിൽ മോഷണം ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ 10 കൽപ്പനകൾ 3 ഭാഗമായി തിരിച്ച് നമ്മൾ പഠിച്ചു. ഇത് ഇത്തിരി കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുവാനായിട്ട് ഈ ഓരോ കൽപ്പനകളും അത് ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പാപത്തിൻ്റെ ആ അവസ്ഥകൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ചെറിയ ചില പ്രവർത്തനങ്ങളിലൂടെ ഈ കൽപ്പനകൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ 11ഉം 12ഉം പേജുകളിലായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. അതൊരു പ്രതിജ്ഞയെടുക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുവാനായിട്ട് ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുവാനുള്ളൊരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രതിജ്ഞയിൽ പറയുന്ന കാര്യങ്ങൾ അത് ഏത് കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ആ കൽപ്പനയുടെ നമ്പർ ഒന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്യാം. നിങ്ങളുടെ പുസ്തകത്തിലെ 11ാമത്തെ പേജിലാണ് പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിൽ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ, ആ കൽപ്പന എത്രാമത്തെ കൽപ്പനയാണ് എന്നാണ് വലതുവശത്ത് എഴുതേണ്ടത്. അപ്പോൾ 1ാമതായി കൊടുത്തിരിക്കുന്നത് സത്യദൈവത്തെ ആരാധിക്കും. അത് 1ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. 2, ദൈവനാമത്തിൽ ആണയിടില്ല. അത് ഏത് കൽപ്പനയുമായിട്ടാണ് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 3ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്. അടുത്തത് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അത് 4ാമത്തെ കൽപ്പന. കാരണം എന്താ? ശാബത്തിനെ ശുദ്ധീകരിക്കാനാണ് 4ാമത്തെ കൽപ്പന പറയുന്നത്. അടുത്തത് സമ്പത്തിനേക്കാൾ ദൈവത്തിന് പ്രാധാന്യം നൽകും. അത് 2ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മേധ ആകാശത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതായ ഒന്നിൻ്റെയും പ്രതിമയോ സാദൃശ്യമോ ഉണ്ടാക്കരുത്, അവ ദൈവത്തിനേക്കാൾ പ്രാധാന്യം വരും. അതിനെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 2 എന്ന് എഴുതുക. അടുത്തത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. അത് ശരിക്കും 3ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്. കള്ളസത്യങ്ങളും വ്യാജവും ഒക്കെ ഒഴിവായി കഴിയുമ്പോൾ നന്മയായി മാറും. അടുത്തത് സ്വയം പ്രശംസ ഒഴിവാക്കും. അപ്പോൾ അത് 2ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകാശത്തിലോ ഭൂമിയിലുള്ള യാതൊന്നിനെയും രൂപം ഉണ്ടാക്കുവാനോ സേവിക്കുവാനോ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സൺഡേ സ്കൂളിൽ പഠിക്കും.
അത് 4-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ശാബത്തിനെ ശുദ്ധീകരിക്കുകയാണെന്ന്. ദൈവത്തെ പഠിക്കാനും ദൈവത്തെ അറിയുവാനും നമ്മൾ ചിലവഴിക്കുന്നു. അടുത്തത് അന്ധവിശ്വാസങ്ങളെ എതിർക്കും. അത് 2-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതായത് വിഗ്രഹാരാധന, ഭൂമിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളോ നമ്മൾ പരത്താൻ ഇടവരരുത്. അടുത്തത് ദൈവത്തെ കളിയാക്കി സംസാരിക്കില്ല. അത് ദൈവത്തിനെ കളിയാക്കുന്നതിന് തുല്യമായി വരുന്നത് 3-ാമത്തെ കൽപ്പനയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ പൂർത്തിയാക്കി. ഈ ടേബിൾ ഒന്നും കൂടി നമ്മൾ വിശദമായി ഒന്ന് നോക്കി. അപ്പോൾ ആ കൽപ്പനകളും അതുമായി ബന്ധപ്പെട്ട ഈ പ്രതിജ്ഞയും നമ്മൾ ചെയ്ത് പൂർത്തിയാക്കണം. അടുത്തത് നമുക്ക് 5-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. അത് ആ കൽപ്പന നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധ്യം വരുത്തുവാനായിട്ട് നമുക്ക് ആ പ്രവർത്തനം ചെയ്യാം. നിങ്ങളുടെ പുസ്തകത്തിലെ 11-ാമത്തെ പേജിലാണ് ആ പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ 5-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ടിക്ക് മാർക്കും, ചെയ്യുന്നില്ല എങ്കിൽ ഇൻറ്റു മാർക്കും ഇടണം. അപ്പോൾ 1-ാമത്, മാതാപിതാക്കൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഇടണം, ഇല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ഇടണം. മാതാപിതാക്കളോട് കള്ളം പറയുക, അവിടെയും മേൽ പറഞ്ഞ പോലെ ചെയ്യുക. അടുത്തത് മാതാപിതാക്കളോട് ദേഷ്യപ്പെടുക. അടുത്തത് മാതാപിതാക്കന്മാരെ കളിയാക്കുക. അടുത്തത് വീട്ടിലെ വൃദ്ധമാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. അപ്പോൾ 5-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് നമ്മളുടെ സമീപനം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് വിലയിരുത്തി. ഇതിൽ നമ്മൾ ഈ വിലയിരുത്തലിൽ നമുക്ക് അവരോടുള്ള സമീപനം ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മക്കൾ ആ സമയം ഒട്ടും പാഴാക്കരുത്. നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം ഇനിയും മെച്ചപ്പെടുത്തണം. കാരണം ദൈവം പ്രതിഫലത്തോടുകൂടി മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് നൽകുന്ന ആ വാഗ്ദാനത്തോടുകൂടി നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ് 5-ാമത്തെ കൽപ്പന. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രവർത്തനം ചെയ്യാം. അതായത് 6 മുതൽ 10 വരെയുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് 6 മുതൽ 10 വരെയുള്ള കൽപ്പനകളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ 12-ാമത്തെ പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള കൽപ്പനകളുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞാഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന, ഈ ടേബിളിൽ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൽപ്പന ഏതാണ് എന്ന് വലതുവശത്ത് എഴുതുക. അപ്പോൾ 1-ാമത്, മോശമായ കാഴ്ച കാണില്ല. ഇത് ശരിക്കും 6-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോശമായ കാഴ്ചകളിലൂടെയാണ് നാം കൊലപാതകത്തിലേക്കും മറ്റും എത്തിച്ചേരുന്നത്. അടുത്തത്, പരീക്ഷയിൽ കോപ്പി അടിക്കില്ല. ഇത് ശരിക്കും 8-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോഷ്ടിക്കരുതെന്ന കൽപ്പനയുമായി. നാം കൂട്ടുകാരുടെ ഉത്തരങ്ങൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, എനിക്കുള്ളതിൽ മാത്രം സന്തോഷിക്കും. ഇത് 10-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, കൂട്ടുകാരുടെയോ വീട്ടിൽ നിന്നോ ഒന്നും മോഷ്ടിക്കില്ല. ഇതും 8-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീ മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പനയുമായി. അടുത്തത്, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കില്ല. ഇത് 10-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, അരുതാത്തത് ചിന്തിക്കില്ല. ഇത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള 7-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ അത് നാം വിശദമായി തന്നെ പഠിച്ചു. ദൈവം ഈ മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ അടങ്ങിയ ആ പലക അത് ദൈവനിർമ്മിതവും അതിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെയുമായിരുന്നു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം തൻ്റെ ജനത്തെ ചേർത്ത് നിർത്തുവാനായി നൽകിയ ന്യായപ്രമാണമായിരുന്നു ഈ 10 കൽപ്പനകൾ. ഇനി ഈ 10 കൽപ്പന പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു ഈ 10 കൽപ്പനകളെ എങ്ങനെയാണ് പുതിയ നിയമത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10 കൽപ്പനകളെല്ലാം 2 കൽപ്പനകളിലായിട്ടാണ് കർത്താവ് സംഗ്രഹിച്ചിരിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. യേശു പരീശന്മാരോട് ഉത്തരമായി പറഞ്ഞ ഈ 2 കൽപ്പനയിൽ ദീർഘദർശിമാരും ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഒന്ന് വിശുദ്ധ മത്തായി 22:37, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. 2 വിശുദ്ധ മത്തായി 22:39, നീ നിന്നെ എന്ന പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. 2-ാമത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ശരിക്കും ഈ 2 കൽപ്പനകൾ പാലിച്ചാൽ നാം ഒരു തെറ്റിലേക്കും വഴുതി പോകില്ല. ഈ 10 കൽപ്പനകളെല്ലാം ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ കൽപ്പനകളുടെ ആ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ
ഏദനിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തു, അത് ലംഘിക്കപ്പെട്ടപ്പോൾ മോശ വഴി 10 കൽപ്പനകൾ തന്നു. അതിൻ്റെ അകത്ത് ന്യായപ്രമാണങ്ങൾ പലതും ലംഘിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കർത്താവ് അത് 2 കൽപ്പനയായിട്ട്, ഈ 2 കൽപ്പനയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നാം ഒരു തെറ്റിലേക്ക് പഴുതി പോവുകയില്ല. ഇത് മനസ്സിലാക്കിയ കർത്താവ് നമ്മളെ പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പാഠത്തിലൂടെ നാം 10 കൽപ്പനകൾ പഠിച്ച് ഒടുവിൽ പാഠത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ നമ്മുടെ കർത്താവ് ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളിലായിട്ട് ചുരുക്കിയിരിക്കുന്നത് കണ്ടു. ഇതിൽ തന്നെ മഹത്തായ ഒരു ആശയമുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എങ്കിൽ ഒരു കൽപ്പനാലംഘനവും അവിടെ ഉണ്ടാവുകയില്ല. കാരണം എല്ലാം കൽപ്പനകൾ പാലിച്ച് നല്ല രീതിയിൽ നടക്കുന്ന ഒരാളായിരിക്കും, അവൻ്റെ ഉള്ളിലായിരിക്കും സ്നേഹമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സ്നേഹം ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ കാണുവാൻ പറ്റും, കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിൽ നിന്നും അനുഗ്രഹകരമായൊരു വേദവാക്യം മനപ്പാഠവാക്യമായിട്ട് പഠിക്കാം. മനപ്പാഠവാക്യം പുറപ്പാട് 20:6 എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും 1000 തലമുറകൾ വരെ ഞാൻ കൃപ ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. പുറപ്പാട് 20:6 എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും 1000 തലമുറകൾ വരെ ഞാൻ കൃപ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ പുസ്തകത്തിലെ 1-ാം പാഠമായ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം എന്ന പാഠമാണ് പഠിച്ചത്. ഈ പാഠത്തിലൂടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശ വഴി കൊടുത്ത 10 കൽപ്പനകളും ആ 10 കൽപ്പനകൾ 3 ഭാഗങ്ങളായി തിരിച്ചും ഒക്കെ പഠിച്ചു. ഒടുവിൽ ഈ 10 കൽപ്പനകളെല്ലാം അടങ്ങിയിരിക്കുന്ന 2 കൽപ്പനകൾ നമ്മുടെ കർത്താവ് തന്നതും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇനി ഈ പാഠത്തിൽ നിങ്ങൾക്കൊരു ഹോംവർക്കുണ്ട്, ഒരു ചെറിയ അസൈൻമെൻറ്റ്. മാതാപിതാക്കളോടുള്ള ബഹുമാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതുക. എന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തണം. നിങ്ങളുടെ പുസ്തകത്തിലെ 13-ാമത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ സൺഡേ സ്കൂളിലെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ആ അധ്യാപകർക്ക് കിട്ടുന്നതിൽ നിന്നും ഏറ്റവും മികച്ച ഒരു ഉപന്യാസം ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അയച്ചു തന്നെ. ഏറ്റവും മികച്ച ഉപന്യാസത്തിന് 4 ഉപന്യാസങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതുന്ന ഉപന്യാസം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ആ സൺഡേ സ്കൂളിൽ നിന്ന് ഏറ്റവും മികച്ചത് അയച്ചു തരിക. അപ്പോൾ ഒരു സൺഡേ സ്കൂളിൽ നിന്ന് ഒരു ഉപന്യാസമേ സ്വീകരിക്കുകയുള്ളൂ. ഏറ്റവും മികച്ച 4 ഉപന്യാസങ്ങൾക്ക് സമ്മാനമുണ്ട്. എല്ലാ കുട്ടികളും മറക്കാതെ ഈ ഉപന്യാസം, ഈ അസൈൻമെൻറ്റ് പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ച തിരുവചന സത്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. അപ്പോൾ പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.